മാധ്യമങ്ങളെ വിമർശിച്ച ആർ ശ്രീലേഖ ചില മാപ്രകൾ കുത്തിത്തിരിപ്പ് നടത്തുന്നുവെന്നാണ് ബി.ജെ.പി. കൗൺസിലറുടെ വിമർശനം. മേയർ ആകാത്തതിൽ അതൃപ്തി എന്ന വാർത്തകളിൽ ആണ് വിമർശനം. 10ലും 12ലും പഠിക്കുന്ന തന്റെ പുത്രന്മാരെ വിളിച്ച് പിതാവ് പറയുന്നു, നിങ്ങൾ ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സായാൽ ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനം തരാമെന്ന്. രണ്ടുപേരും ഡിസ്റ്റിങ്ഷനോടുകൂടി പരീക്ഷ പാസ്സാവുന്നു. ഒരു ഫോൺ മാത്രം വാങ്ങാൻ പ്രാപ്തിയുള്ള പിതാവ് അവരെ വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ തന്നെ പറ ഞാൻ ഇത് ആർക്ക് കൊടുക്കണമെന്ന്. ഉചിതമായ തീരുമാനം അച്ഛൻ എടുക്കൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അച്ഛന് വിടുന്നു. ഏറ്റവും കൂടുതൽ നന്നായി ഇത് ഉപയോഗിക്കുക മൂത്ത പുത്രനായിരിക്കും. അവന് കുറച്ചും കൂടെ ഒരു പക്വതയുണ്ട് ഇത് ഉപയോഗിക്കാൻ എന്ന് മനസ്സിലാക്കി അത് മൂത്ത പുത്രന് കൊടുക്കുന്നു. ഇളയ പുത്രൻ അത് അംഗീകരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയില്ലേ? അടുത്ത വീട്ടിലെ ഒരു കുത്തിത്തിരിപ്പുകാരൻ വികൃത ബുദ്ധി നിരന്തരം ഇളയ മകനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്തൊരു ചതിയാണെടാ ഇത്, എന്നാലും ഇങ്ങനെ ചെയ്യാവോ, നിന്റെ അച്ഛൻ നിനക്ക് സത്യം ചെയ്തതല്ലേ, അത് നീ വാങ്ങിച്ചെടുക്കട്ടെ, വഴക്കിട്ട് ഫൈറ്റ് ചെയ്ത് അത് വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ നീ എന്തിനാ ജീവിച്ചിരിക്കുന്നത്, പോയി ചത്തൂടെ, ഓടിപ്പൊക്കൂടെ, ഇതുപോലെയുള്ളൊരു കുടുംബത്തിൽ നീ എന്തിനാ തുടരുന്നത്. അവനോട് മാത്രമല്ല നാട്ടിലുള്ള സകലരോടും ഇത് പറഞ്ഞു നടക്കുന്നു. ഇതുപോലെയാണ് ഇപ്പോഴത്തെ ചില മാപ്രകൾ ചെയ്യുന്നത്. വി അരുൺ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, മാധ്യമപ്രവർത്തകരോട് വളരെ കൃത്യമായി ശ്രീലേഖ തന്നെയാണ് പറഞ്ഞത്, തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല, പിന്നീട് പാർട്ടി പറഞ്ഞതനുസരിച്ചാണ് മത്സരിച്ചത്, മേയർ എന്ന നിലയിലാണ് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്, അതിനുശേഷം അത് മാറ്റി എന്നുള്ള കാര്യം ആണ് ശ്രീലേഖ തന്നെ പറഞ്ഞത്. അതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതും. എന്താണിപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രതികരണം ശ്രീലേഖയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? ഇതിലെന്തിനാണ് ശ്രീലേഖ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നത്? അഭിലാഷ്, മേയറാകാൻ കഴിയാത്തപ്പോൾ കടുത്ത നിരാശയുണ്ട് മുൻ DGP കൂടിയായ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ആർ ശ്രീലേഖയ്ക്ക്. തിരുവനന്തപുരം നഗരസഭയിലെ 101 കൗൺസിലർമാരിൽ ഒരാൾ മാത്രമാണ് ശ്രീലേഖ. ഇപ്പോൾ 100 പേരേ ഉള്ളൂ. ഒരു കൗൺസിലർ കൂടി തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. 100 കൗൺസിലർമാർ ഒരാൾ മാത്രമാണ് ആർ ശ്രീലേഖ. സംസ്ഥാന പോലീസിലെ ആദ്യ വനിതാ IPS ഉദ്യോഗസ്ഥയാണ്. DGP റാങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥയാണ്. അത്തരം വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ സംസ്ഥാനത്തെ ഒരു നഗരസഭയിലെ കൗൺസിൽ മാത്രമായി ഒതുങ്ങുകയാണ് ഇപ്പോൾ. അതിലെ കടുത്ത നിരാശയുണ്ട് അവർക്ക്. അതിനാണ് ഇപ്പോൾ മാധ്യമങ്ങളെ പഴിചാരുന്നത്. നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയ നേതാക്കളും പല നേതാക്കളും പലപ്പോഴും അവർ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റിപ്പറയുകയും അത് മാധ്യമ വ്യാഖ്യാനമെന്ന് മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണെന്ന് പറയാറുമൊക്കെ ഉണ്ട്. അതിൻ്റെ മറ്റൊരു പതിപ്പായി മാത്രമേ ആർ ശ്രീലേഖയുടെ ഇപ്പോഴത്തെ പ്രതികരണത്തെ കാണാനാകൂ. അവർ തന്നെയാണ് ഒരു ഓൺലൈൻ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ തന്നെ മേയർ ആയി പരിഗണിക്കാൻ തന്നെയാണ് പാർട്ടി കൊണ്ടുവന്നത് എന്ന് വ്യക്തമാക്കിയത്. പിന്നീട് അവർ ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോഴും ന്യൂസ് 18നോട് സംസാരിക്കുമ്പോഴും അവർ കാര്യം വ്യക്തമാക്കിയിരുന്നു. മേയറാകാൻ കുറച്ചുകൂടി നല്ല ആളുകളെ പാർട്ടിക്ക് ലഭിച്ചു, എക്സ്പീരിയൻസ്ഡായ ആളുകൾ വന്നു, അതുകൊണ്ട് രാജേഷിൻ്റെ മേയറും ആശയെ ഡെപ്യൂട്ടി മേയറും ആക്കി എന്നൊക്കെ അവർ പറഞ്ഞതാണ്. പക്ഷേ അതിനുശേഷം പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായെന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീലേഖ ഇങ്ങനെ ചൊടിക്കാനും ഈ ഒരു അഭിമുഖം നൽകാനും കാരണം കൗൺസിലർ മാത്രമായി തുടരുന്നതിന് മാത്രമെന്ന് കരുതാനാകില്ല. അവർക്ക് മേയറാകാൻ കഴിയാത്ത അതൃപ്തി മാത്രമാകില്ല. അതിന് കാരണം വട്ടിയൂർക്കാവിൽ അവരെ പരിഗണിക്കും, മേയറാകാത്തതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിലേക്ക് അവരെ പരിഗണിക്കുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ BJPയുടെ പരിഗണനയിൽ മുൻപന്തിയിലുള്ളത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ താല്പര്യപ്പെട്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തെ പാലക്കാട്ടെ ആണ് പാർട്ടി പരിഗണിക്കുന്നതെങ്കിൽ പോലും അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം വട്ടിയൂർക്കാവ് വളരെയധികം സാധ്യതകൾ BJPക്കുള്ള ഒരു നിയമസഭാ മണ്ഡലമാണ്. അതുകൊണ്ട് അവിടെ മത്സരിക്കാൻ സുരേന്ദ്രൻ തയ്യാറെടുക്കുന്നു. അങ്ങനെയെങ്കിൽ ശ്രീലേഖ അവിടെയും തഴയപ്പെടും. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. ഈ മേയറാകാൻ പാർട്ടി കൊണ്ടുവന്നിട്ട് തന്നെ കൗൺസിലറെ ഒതുക്കിയെന്ന അതൃപ്തി പരസ്യമാക്കിയത്. അത് വിവാദമായതോടു കൂടിയാണ് അവർ ഇന്നലെ വൈകിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പാർട്ടിയെപ്പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന തരത്തിൽ പണ്ട് നമ്മൾ കേട്ടത് പരിചയിച്ച അതിൻ്റെ മറ്റൊരു രൂപം, ആ ഒരു പരാമർശം നടത്തിയത്. പാർട്ടി കൃത്യമായ ആളുകൾ തീരുമാനിക്കും, പാർട്ടി മറികടക്കാൻ കഴിയില്ല നിലപാടുമായി വന്നു. ഇന്നാണ് മാധ്യമങ്ങളെ പഴിയാരിക്കൊണ്ട് ചില മാപ്രകൾ കുത്തിത്തിരിപ്പ് നടത്തുന്നു എന്ന ഒരു വിമർശനവുമായി ശ്രീലേഖ രംഗത്ത് വരുന്നത്. അവർക്ക് മേയറാകാൻ കഴിയാത്ത കടുത്ത നിരാശ, ഇപ്പോൾ വട്ടിയൂർക്കാവ് സീറ്റ് പോലും കിട്ടില്ല എന്ന തോന്നലാകാം ഒരുപക്ഷെ ശ്രീലേഖയെ ഇങ്ങനെ നിരന്തരം പറയാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്നലെ സംസാരിക്കുമ്പോഴും മാന്യമല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന പ്രതികരണമൊക്കെ അവർ ഒരു ഘട്ടത്തിൽ നടത്തിയിരുന്നു. ഇങ്ങനെ മാധ്യമങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടാനാകാം ഒരുപക്ഷെ ഇനി അവരുടെ ശ്രമം. ഏതായാലും ശ്രീലേഖ കടുത്ത നിരാശയിലാണ്. അവർക്ക് മേയറാകാൻ കഴിഞ്ഞിട്ടില്ല. ആഗ്രഹിക്കുന്ന വട്ടിയൂർക്കാവ് സീറ്റിലേക്കും അവരെ പരിഗണിക്കില്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾ മാന്യമായല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്ന വിമർശനം ഉയർന്നു വന്നിരുന്ന പശ്ചാത്തലമുണ്ട്. അതിനുശേഷവും മാധ്യമങ്ങൾക്കുള്ള ശ്രീലേഖയുടെ വിമർശനം തുടരുകയാണ് എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ